മകളെ +1 റിസൾട്ട് വന്നു കഴിഞ്ഞു. +1 റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളെ ചിന്ത ഇംപ്രൂവ്മെന്റ് എക്സാമിനെ പറ്റി. അതെ, +2കാർ എപ്പോഴും നമ്മളോട് ചോദിക്കുന്നത് എന്നാണ് ഇംപ്രൂവ്മെന്റ് എക്സാം നടക്കുക, ഇംപ്രൂവ്മെന്റ് ഉണ്ടോ എന്നുള്ള അതിനൊരു ക്ലാരിഫിക്കേഷൻ. ഞങ്ങൾ +2 എക്സാം ഇംപ്രൂവ്മെന്റ് എക്സാം എല്ലാം കൂടി കുഴഞ്ഞു വരും. അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് മക്കൾക്കുണ്ട്. അതൊക്കെ തീർക്കുക അല്ലേ? കഴിഞ്ഞ മുന്നത്തെ വർഷം വരെ ഇംപ്രൂവ്മെന്റ് എക്സാം നടന്നിരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളാണ്. അതായത് റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു എന്നുള്ള ഓർക്കുക. എന്നാൽ ഈ ഒരു എക്സാം നടക്കുന്ന ടൈമും അതിന്റെ വാല്യുവേഷൻ ഒക്കെ ആയിട്ട് ഒരു 15-20 ദിവസങ്ങൾ അധ്യയന ദിവസങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകാണ്. അങ്ങനെ നഷ്ടമാകാതിരിക്കാൻ കഴിഞ്ഞ വർഷം മുതൽ നിങ്ങളുടെ ജൂനിയേഴ്സിന്റെ +1 എക്സാം എന്നാണോ നടക്കുന്നത് അതേ ദിവസം അതേ എക്സാം ആണ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ആയിട്ട് നടത്തുന്നത്. അതായത് ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടി ഗവൺമെന്റ് നിങ്ങൾക്കായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ +1 എഴുതുന്ന എക്സാം തന്നെയാണ് കുഞ്ഞുമക്കളും എഴുതേണ്ടതെന്ന്. എനിക്ക് തോന്നുന്നു +1 എക്സാം കടുപ്പിച്ച് ഭയങ്കര ലെവല് ടഫാക്കി വരികയാണ്. അപ്പൊ ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ ശരിക്കും നിങ്ങൾ അവസാനമാകുമ്പോൾ ബുദ്ധിമുട്ടും. അതെന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതെ, ഒരുപക്ഷെ അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത്. നിങ്ങളെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ നിങ്ങൾ ഇപ്പോഴേ ഞങ്ങൾ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണം അല്ലേ? അപ്പോ കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് പറഞ്ഞിരുന്ന കാര്യമാണ്. മാർച്ച് 3-നാണ് +2 എക്സാം കഴിഞ്ഞ വർഷം ആരംഭിച്ചത്. ഈ വർഷവും അതേ ഡേറ്റ് തന്നെയാവും. യാതൊരു മാറ്റവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. 2 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ, മാക്സിമം 2 ദിവസം. അപ്പോ മാർച്ച് 3-നും മാർച്ച് 5-നും എക്സാം ഉണ്ടായിരുന്നു. മാർച്ച് 3-ന് ഇംഗ്ലീഷ് ആയിരുന്നു കഴിഞ്ഞ വർഷം. മാർച്ച് 5-ന് ഫിസിക്സും മാർച്ച് 6-ന് ആദ്യത്തെ +1 എക്സാം. അപ്പോ ഇംപ്രൂവ്മെന്റ് അന്ന് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അതിനിടയിലാണ് വരുന്നത്. രണ്ട് എക്സാം എഴുതി നിങ്ങൾ ക്ഷീണിച്ച് നിൽക്കുന്നേരം നിങ്ങൾക്കൊന്ന് എന്താ പറയാ റിലാക്സ് ചെയ്യാനുള്ള സമയമില്ല. റിലാക്സ് ചെയ്യാനുള്ള ടൈം ഇല്ല എന്നല്ല, ശരിക്കും +2കാരെ സംബന്ധിച്ച് ഡിസംബറിൽ അവരുടെ പ്രാക്ടിക്കൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. പ്രാക്ടിക്കൽ എക്സാമിന്റെ മോഡലും റെക്കോർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ടൈറ്റ് ആയിട്ട് നിങ്ങൾ പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അത് കഴിയുന്ന ഉടനെ മോഡൽ എക്സാം വരും ഇവർക്ക്. അതായത് മക്കൾ മനസ്സിലാക്കേണ്ടത് ഡിസംബർ 15 നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം അവസാനിച്ചു എന്ന് മനസ്സിലാക്കുക. ഡിസംബർ 15 വരെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമുള്ളൂ. പിന്നെ നിങ്ങൾ ഭയങ്കര ബിസി അല്ലേ? എനിക്കത് പ്രാക്ടിക്കൽ എത്ര ടൈം വേണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് റെക്കോർഡ് എഴുതണം. ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ഒക്കെ റെക്കോർഡ്, ബയോളജിയുടെ ഒക്കെയാണ് ഒരുപാട് വരയ്ക്കാനും ഒക്കെ ഉണ്ട്. റെക്കോർഡ് എഴുതാൻ നിങ്ങൾ എന്തായാലും നന്നായിട്ട് ടൈം കൺസ്യൂം ചെയ്യും. അതിനിടയിൽ നിങ്ങൾക്ക് മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. പബ്ലിക് എക്സാം വരും. ആ കൂടെ ഇംപ്രൂവ്മെന്റ് പഠിക്കാൻ വെച്ചാൽ മക്കളെ എന്തായാലും നടക്കില്ല. നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ കണ്ടാൽ തന്നെ അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും. അപ്പം നമ്മൾ പറയുന്നത് ഇംപ്രൂവ്മെന്റ് എക്സാം വരുന്നത് മാർച്ച് 6-ന് ആദ്യത്തെ +1 എക്സാം. അതാണ് അവരുടെ ഇംപ്രൂവ്മെന്റ് എക്സാം. ഏതായിരുന്നു? സെക്കൻഡ് ലാംഗ്വേജ്. മാർച്ച് 6 കഴിഞ്ഞ് 7-ാം തീയതി തൊട്ടടുത്ത ദിവസം തന്നെ +2ന്റെ ബയോളജി എക്സാം നടന്നു. +1-ൽ ഏറ്റവും ടഫ് ആയിരുന്നു ബയോളജിയും മാത്സും. അപ്പൊ +2-ലും അങ്ങനെ തന്നെയാണ്. മാർച്ച് 10-ന് +2ന്റെ കെമിസ്ട്രി ആണ്. മാർച്ച് 11-ന് +1ന്റെ കമ്പ്യൂട്ടർ സയൻസ് എക്സാം ആണ്. ആർക്കെങ്കിലും ഇംപ്രൂവ്മെന്റ് ചെയ്യാനുണ്ടെങ്കിൽ 10-ാം തീയതി കെമിസ്ട്രി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം +1ന്റെ എക്സാം നടക്കുന്നുണ്ട്. അതേപോലെ മാർച്ച് 15-ന് കെമിസ്ട്രിയുടെ ഇംപ്രൂവ്മെന്റ് എക്സാം. കെമിസ്ട്രിയുടെ +1 എക്സാം ആണ്. അന്നാണ് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എക്സാം നടന്നത്. അതായത് നിങ്ങൾക്ക് ഒരു സബ്ജക്ട് മുഴുവനായിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് വായിച്ചു നോക്കാനുള്ള സമയം പോലും കിട്ടുന്നില്ല എന്ന് നിങ്ങൾ ഓർമ്മിക്കുക. ഇപ്പോഴേ പഠിക്കണം. ഏതെങ്കിലും സബ്ജക്ട് മാർക്ക് കുറവുണ്ടെങ്കിൽ മക്കൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ ഓർമ്മിപ്പിക്കാനാണ് ഈ ടൈം ടേബിൾ നിങ്ങൾ കാണിക്കുന്നത്. എനിക്ക് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ പേര് ഇംപ്രൂവ് ചെയ്തത് ബയോളജിയും അതേപോലെ മാത്തമാറ്റിക്സും ആയിരുന്നു. മക്കൾ നോക്കിയാൽ മനസ്സിലാകും. മാത്സിന്റെ ഇംപ്രൂവ്മെന്റ് എക്സാം നടന്നത് 25-നാണ്. തൊട്ടടുത്ത ദിവസം 26-ാം തീയതി തന്നെ +2ന്റെ എക്സാമും ഉണ്ട്. അതായത് ഈ +1 +2 എക്സാം തമ്മിൽ ഗ്യാപ്പേ ഇല്ല. തൊട്ടടുത്ത ദിവസങ്ങളിലായിരിക്കും നടക്കുക. അപ്പൊ ഒരിക്കലും നിങ്ങൾക്ക് +2ന്റെ ഒപ്പം +1 പഠിച്ചെടുക്കുക പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് ഇപ്പൊ തുടങ്ങണം. അതായത് നിങ്ങൾക്ക് ഏതാണോ ഇംപ്രൂവ് ചെയ്യേണ്ടത് ആ സബ്ജക്ട് കറക്റ്റ് സെലക്ട് ചെയ്ത് കറക്റ്റ് ഫോക്കസ് ചെയ്ത് അതിനുവേണ്ടി ഡെയിലി ഒരു 25 അരമണിക്കൂർ മാറ്റി വെച്ചുകൊണ്ട് വേണം പഠിക്കാൻ അല്ലേ? +1 ഇംപ്രൂവ്മെന്റിന്റെ ക്ലാസ്സുകൾ +2കാർക്ക് വേണ്ടി ഈ ഒരു ചാനലിൽ ഉണ്ടാകും. +2ന്റെ ക്ലാസ്സുകളും ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് +2 എന്ന് പറയുന്നത് ട്രിപ്പിൾ ഇവാലുവേഷൻ ഉള്ള ഒരു വർഷമാണ്. ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്സിനും ട്രിപ്പിൾ ഇവാലുവേഷൻ ആണ്. എഞ്ചിനീയറിംഗിന് വേണ്ടി കീമിൽ ആഡ് ചെയ്യുന്ന മാർക്കാണ്.
സോ NCERT ഫോക്കസ് ചെയ്ത് വളരെ കൃത്യമായിട്ട് പഠിക്കുക. ഇംപ്രൂവ്മെന്റ് ഏതാണോ ചെയ്യേണ്ടതെന്ന് കണ്ടെത്തി ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. +1 ഒരു വർഷം കിട്ടിയിട്ട് പോലും നിങ്ങൾക്ക് അത് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റില്ല. +2നൊപ്പം പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര ഡിഫിക്കൽട്ട് ആണ്. സോ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ഒരു ടൈം ടേബിൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് ഇംപ്രൂവ്മെന്റിനും പബ്ലിക് എക്സാമിനും വേണ്ടി പഠിക്കുക എന്നുള്ളത്. എത്ര സമയം യൂസ് ചെയ്യണം, എങ്ങനെ ഞാൻ പറഞ്ഞ ഹാർഡ് വർക്ക് അല്ല. ചിലപ്പോൾ 12 മണി വരെ ഇരുന്ന് പഠിച്ചിട്ട് മാർക്ക് കിട്ടുന്നില്ല എന്ന് പേരൻസിന്റെ മെയിൻ കംപ്ലൈന്റ് ആണ്. 1 മണി വരെ ഇരിക്കും, പക്ഷെ മാർക്കില്ല. എന്താ കാര്യം? നിങ്ങൾ ഹാർഡ് വർക്ക് ആയിരിക്കും, പക്ഷെ അത് സ്മാർട്ട് വർക്ക് അല്ല. ആ ഒരു എന്താണോ ചെയ്യേണ്ടത് വൃത്തിയായിട്ട് കൃത്യമായ ഒരു പാത്ത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു അല്ലേ മക്കളെ. അപ്പൊ +2ന്റെ എല്ലാ സയൻസ് സബ്ജക്റ്റുകളുടെയും ലൈവ് ക്ലാസ്സുകൾ, NCERT ഫോക്കസ് ചെയ്ത ക്ലാസ്സുകൾ ഈ ഒരു ചാനലിൽ ഉണ്ടായിരിക്കും. NCERT ഫോക്കസ്ഡ് എന്ന് പറഞ്ഞാൽ അത് NCERT ഫോക്കസ്ഡ് പറയാൻ കാരണം കഴിഞ്ഞ വർഷം +2കാര് ടഫ് എക്സാം NCERT മാത്രം പോയിന്റുള്ള എക്സാം ആയിരുന്നു അല്ലെ. ഈ വർഷം +1ഉം +2 അത് തന്നെയായിരിക്കും. അതെ. അപ്പോ എല്ലാ ക്ലാസ്സുകളും +1നും +2നും വേണ്ട എല്ലാ ക്ലാസ്സുകളും എല്ലാ ഇൻഫർമേഷൻസും ഈ ഒരു ചാനലിൽ ഉണ്ടായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമ്മുടെ കൂടെ തന്നെ അടിപൊളിയായിട്ട് മുന്നേറുക. അപ്പോൾ റെഡി അല്ലേ? ബൈ.